അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്രിസ്മസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ക്രിസ്തീയ മതം വിശ്വസിക്കുന്നവർക്ക് അവരുടെ ഏറ്റവും വലിയ ആഘോഷത്തിലൊന്നാണ് ക്രിസ്മസ് അല്ലേ. നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളികളാണ് അല്ലെ. ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ മലയാളികൾ ലോകം മുഴുവൻ അറിയപ്പെടുന്നൊരു കാര്യമാണ് നമ്മുടെ കൾച്ചറാണ്. ഓക്കെ, ഭാഷയൊന്നുമല്ല. ഭാഷ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ഭാഷയാണ്. കാണാനൊക്കെ ഭംഗിയുള്ള സ്ഥലമാണ്. ബട്ട് നമ്മൾ മനുഷ്യർ ഒരുമിച്ച് ഈ ഭംഗിയുള്ള ഈ ഒരു സ്ഥലത്ത് ജീവിക്കുന്ന രീതിയാണ്, ആ കൾച്ചറാണ് ലോകം മുഴുവൻ നമ്മുടെ വ്യത്യസ്തമാണ്. ഇന്ത്യക്കകത്ത് പോലും ഇപ്പം നമ്മൾ നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും, ഓ നിങ്ങൾ കേരളത്തിലുള്ളതല്ല, ഞങ്ങളെല്ലാം ഒരുമിച്ചിട്ട് നിൽക്കത്തുള്ളൂ. ഇന്നിപ്പോൾ അത് പോയി. ക്രിസ്മസ് വന്നു. ക്രിസ്മസിന് കുട്ടികൾ കരോളുമായിട്ട് വരുമ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷിപ്പിക്കുക. അവർക്കെല്ലാം പൈസയും കൊടുക്കുക, ഒരു മുട്ടായി അവർ തരുന്ന വാങ്ങിക്കുക, വിടുക. അതല്ലാതെ നമ്മുടെ കൾച്ചർ. ഇപ്പം ഇത് എവിടെ നിന്നാണ് നമുക്ക് ഈ കൾച്ചർ വന്ന്? കുട്ടികൾ വെള്ളം അടിക്കുന്നവരാണെന്ന് പറയുക, കുട്ടികളെ അടിക്കുക, കുട്ടികളുടെ ബാൻഡ് മേളം ചവിട്ടി പൊട്ടിക്കുക. കഷ്ടം. പഥറ്റിക്, ടു പഥറ്റിക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളാവട്ടെ ആരും ആവട്ടെ, അവരാ മതത്തിനെ ആചരിക്കുന്നത് നമ്മൾ റെസ്പെക്ട് ചെയ്യണ്ടേ? ഇഷ്ടമല്ലെങ്കിൽ മനസ്സിൽ വെക്കുക, വീട്ടിൻ്റെ അകത്ത് കയറുക, നമ്മൾ തിരിച്ച് പറഞ്ഞോ, കുഴപ്പമില്ല. അതിനുള്ള ഫ്രീഡം നമുക്കുണ്ട്. അത് ഏത് ലോകത്ത് പോയാലും ഉണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമുക്ക് എന്തും പറയാം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് എത്രത്തോളം ഈ വീഡിയോ ഹിറ്റായി പോയാൽ ഇത് ചിലപ്പോൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് വൈറലാവാം. പക്ഷേ എനിക്ക് പറയേണ്ട കാര്യമാണ്, നമ്മുടെ നാട്ടിൽ കാർത്തികയുണ്ട് അല്ലേ. എല്ലാവരും വിളക്കുകൾ ഇങ്ങനെ കുറച്ച് വയ്ക്കും. ദീപാവലി ഉണ്ട്, എല്ലാവരും പടക്കങ്ങൾ പൊട്ടിക്കും. ഇതെല്ലാം ഓരോ മതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നിട്ടും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാ ആളുകളും ഇതിൽ പങ്കുചേരുന്നുണ്ടോ ഇല്ലയോ? എല്ലാവരും പടക്കം വാങ്ങിക്കുന്നുണ്ടോ, പൊട്ടിക്കുന്നുണ്ടോ? പലരും കാർത്തിക ദീപം കൊളുത്തുമ്പോൾ കൊളുത്തിയില്ലെങ്കിൽ പോലും അത് റെസ്പെക്ട് ചെയ്ത് കണ്ടുകൊണ്ട് നിൽക്കുന്നവരാണ് അല്ലേ. ആറ്റുകാൽ പൊങ്കാലയുണ്ട്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന സ്ഥലത്ത് ആറ്റുകാലിന്റെ പൊങ്കാല ഇടുമ്പോൾ ഈ വീടുകൾ ചുറ്റിനുമുള്ള ആളുകൾ എല്ലാവരും ഹിന്ദുസ് മാത്രമല്ല, ആ ബാക്കി പല മതവിഭാഗങ്ങളിലുള്ളവർ അന്നവർക്ക് വെള്ളം കൊടുത്തും സ്ഥലം ഇരിക്കാൻ കൊടുത്തും സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇതൊക്കെയല്ലേ കേരളം എന്ന് പറയുന്നത്? ആണോ മലയാളി എന്ന് പറയുന്നത് അല്ലേ? മലയാളി പണ്ട് മനുഷ്യനായിരുന്നു. ഇന്നിപ്പം മലയാളി മനുഷ്യൻ പോയിട്ട് ഒരു ഏലിയനാണെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയാണ്. എവിടെ നിന്ന് വന്ന സാധനമാണെന്ന് ഇപ്പം ആലോചിച്ച് അന്തം വിടുന്ന രീതിയാണ്. മതങ്ങളെ റെസ്പെക്ട് ചെയ്യണം നമ്മൾ. ഓക്കെ, മതസൗഹാർദ്ദം എന്ന് പറയും, ഞാൻ അതിനെതിരാണ്. മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം ഒരിക്കലും പറ്റില്ല. കാരണം ഒരു മതം വേറൊരു മതത്തിന് ഇൻഡയറക്റ്റോ ഡയറക്റ്റോ ചൊറിയുന്നുണ്ടാവും, ആ വിശ്വാസങ്ങൾക്കെതിരായിരിക്കും. പക്ഷേ ആ മതങ്ങളുടെ അകത്തെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യൻ തമ്മിൽ സൗഹാർദ്ദം വേണം. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനുമായിട്ട് സൗഹാർദ്ദം വേണം. മനുഷ്യ സൗഹാർദ്ദമാണ് നമുക്ക് വേണ്ടത് അല്ലേ. അതുണ്ടാവണം, ഉണ്ടായിരുന്നു, ഇപ്പം പോയി. മതസൗഹാർദ്ദം എന്നും പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും ഹിന്ദുസും എല്ലാം ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് ഒരു പള്ളിയിലെ ഇമാമും ഒരു പള്ളിയിലെ പ്രീസ്റ്റും ഒരു ഹിന്ദു മതത്തിലെ സ്വാമിയും ഒരുമിച്ച് പോയിരുന്നിട്ട് പറയും മതസൗഹാർദ്ദം എന്ന് പറയും. ഇല്ലല്ല, മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദം വേണം ആദ്യം. അതിനൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ 3 പേര് ഒരുമിക്കണം. ഇന്നിപ്പോൾ ക്രിസ്ത്യൻസിനെതിരെ പ്രശ്നം വന്നു, മുസ്ലിംസും ഹിന്ദുസും ഒരുമിക്കണ്ടേ? അവിടെ എത്ര പേര് ഒരുമിച്ചു? മന്ത്രിമാരോ MLA-മാരോ MP-മാരോ എവരൊന്നുമല്ല പ്രതികരിക്കേണ്ട, മനുഷ്യനെ പ്രതികരിക്കേണ്ട. മനുഷ്യരിച്ച് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഈ 10 പേര് വന്ന് കുട്ടികളെ അടിക്കുകയോ ബാൻഡ് മോളെ പൊട്ടിച്ച് അവരെ നമ്മളൊരു 100 പേര് വിചാരിച്ചാൽ പട്ടികളെ ഓട്ടിക്കാൻ. നാട്ടിൽ പേപ്പട്ടികളുമുണ്ട്, നാട്ടിൽ തെരുവ് പട്ടികളുണ്ട് അല്ലേ. തെരുവ് പട്ടികളെ ഓട്ടിക്കാൻ 10 മനുഷ്യൻ വിചാരിച്ചാൽ അവിടെ കിടക്കുന്ന 3-4 പട്ടികളോട്. ഞാനിപ്പോൾ ഈ വന്ന ആ സംഘടിച്ച ആളുകളെ പട്ടികളെന്ന് വിളിച്ചു എന്നാലും പറയരുത്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, കാരണം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിന്നാൽ തീരുന്ന പ്രശ്നമാണ്. 10 പേരാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? 100 പേര് ഒരുമിക്കുക. 100 പേരാണോ പ്രശ്നമുള്ളത്? 1000 പേര് ഒരുമിക്കുക. ദാറ്റ് ഇസ് എ പവർ ഓഫ് ഡെമോക്രസി അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നമ്മൾ ഒരു MLA MP-യുടെ അടുത്ത് പറയുമ്പോൾ പുള്ളിക്ക് ഒത്തിരിയും ഇൻവോൾവ്മെന്റ് കൊടുക്കണം. കാരണം പുള്ളി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് പുള്ളിയെ മാത്രം റിലേ ചെയ്തിരിക്കരുത്. ഇലക്ഷൻ കഴിഞ്ഞു, വോട്ട് ചെയ്തു, ജയിപ്പിച്ചു വിട്ടു, നമ്മുടെ പണി കഴിഞ്ഞു അല്ലേ. എവിടെ ഇനി പുള്ളി അവിടെ കിടന്ന് പണിയെടുക്കണം. ഏത് പാർട്ടിയായാലും. BJP-ക്ക് ഓടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം എന്ന് പറയുന്ന സിറ്റി. ഇനി പറയാണ് BJP തിരുവനന്തപുരം ഏറ്റവും ടോപ്പാണ്. കമോൺ, അവർക്ക് മാത്രം വിചാരിച്ചാൽ നടക്കരുത്. നമ്മൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം. ഓരോ സ്ഥലങ്ങളും ഭരണം കൊടുത്തെന്ന് പറഞ്ഞ് നമ്മുടെ പണി കഴിയില്ല. അവർ തെറ്റ് ചെയ്യുന്നെങ്കിൽ ചൂണ്ടിക്കാണിക്കണം, ചൊറിയണം, അടിച്ചൊതുക്കണം. പറ്റുന്നുണ്ടെങ്കിൽ താഴെ ഇറക്കാൻ വഴിയുണ്ടെങ്കിൽ അതും ചെയ്യണം. പക്ഷെ അതിനിടയ്ക്ക് നമ്മൾ ജീവിക്കാനുള്ള മനുഷ്യനായിട്ട് ജീവിക്കണ്ടേ? നമ്മൾ ഒരുമിച്ച് നിന്ന് മനുഷ്യനായിട്ട് ജീവിക്കുമ്പോൾ അവർക്ക് ചെയ്യാനുള്ള പണി എളുപ്പവും. പിന്നെ നമുക്ക് ചെന്ന് ചോദിക്കാം, നിനക്കൊക്കെ ഒറ്റ പണിയല്ലേ ഉള്ളു ചെയ്യാൻ, ബാക്കി പണിയെല്ലാം നമ്മൾ ചെയ്യല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? ചെയ്യുക.
വി ക്യാൻ ഫോഴ്സ് ദം ടു ഇറ്റ്, അല്ലേ? അപ്പം ഞാൻ പറഞ്ഞ അത്രയേ ഉള്ളൂ. ഈ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മാറ്റി നമ്മൾ ഒരുമിച്ച് നിൽക്കുക. ഓക്കെ, നമ്മുടെ കേരളമെങ്കിലും ലോകത്തിൽ മനുഷ്യൻ മാത്രമുള്ളൊരു സ്ഥലമാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. നമ്മൾ പ്രൂവ് ചെയ്തില്ലെങ്കിൽ ലോകം മുഴുവൻ പോകും. ലോകം മുഴുവൻ കൈവിട്ട് പോവുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ മാത്രം എല്ലാവരും ജീവിക്കുക. നമ്മൾ ഇതിലൂടെ ഒരുമിച്ച് നിൽക്കുന്നത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊരു റോൾ മോഡൽ അല്ലെങ്കിൽ റോൾ എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു പീസ് ഓഫ് ലാൻഡ് ആവും വേൾഡിന്. എല്ലാവരും മലയാളികളെ കണ്ട് കോപ്പി ചെയ്യും. കോപ്പി ചെയ്യുമ്പോൾ വേൾഡ് എത്രയും വേഗം തന്നെ നല്ലൊരു സ്ഥലമാവും. ഉറപ്പാണ്. നമ്മൾ മലയാളികൾക്ക് പറ്റും, ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് സിവിക് IQ.